പാപത്തിന്റെ വേതനം മരണമാണ്. ദൈവത്തിന്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനം. റോമ 6:22-23. പാപികളായി നമുക്ക് വേണ്ടി സ്വയം ശിക്ഷ ഏറ്റെടുത്ത് നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്ത ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം ധ്യാനിക്കുന്ന നോമ്പ് ദിനങ്ങളിലൂടെ നാം കടന്നു പോകുകയാണ്. പാപത്തിന്റെ വേദന മരണമാണെന്നറിഞ്ഞിട്ടും പാപിയായ മനുഷ്യനെ അതിനായി വിട്ടുകൊടുക്കാതെ സ്വയം നിന്ദനങ്ങളും പീഡകളും അപമാനങ്ങളും ഏറ്റെടുത്ത് ക്രിസ്തു കുരിശുമരണം വരിച്ച് എനിക്ക് പകരക്കാരനായി തീർന്നു. എന്റെ പാപം മെനഞ്ഞ കുരിശിൽ പാപരഹിതനായ ക്രിസ്തു ബലിയായി മാറുന്നു. ക്രിസ്തുവിനെ പോലെ അപരന് പകരക്കാരനായി മാറാൻ, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ വീണ്ടെടുക്കാൻ, എന്ത് ത്യാഗവും ഏറ്റെടുക്കാൻ നമുക്ക് കൃപയാചിക്കാം. അനുദിനം ജീവിതത്തിലുണ്ടാകുന്ന നൊമ്പരങ്ങളൊക്കെയും അനേകം ആത്മാക്കൾക്കായി കാഴ്ചവെച്ച് അവർക്ക് നിത്യജീവനിലേക്കുള്ള വഴികാട്ടികളായി നമുക്ക് ഈ നോമ്പുകാലത്ത് രൂപപ്പെടാം.